സഹി കെട്ടിട്ട് അവളത് ചെയ്തത്. എന്ന് വെച്ചാലേ ഒരു വീട്ടിലെ ജോലി മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാന്ന് വെച്ചാ നടു ഒടിഞ്ഞു പോവില്ലേ? പക്ഷേ ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യമുണ്ടമ്മേ. എന്തുകൊണ്ടാണ് അവളുടെ ചേച്ചി പറഞ്ഞതൊക്കെ അതേപടി അനുസരിച്ചത്? അതേപറ്റി എത്ര ചോദിച്ചിട്ടും അവള് മറുപടിയൊന്നും പറഞ്ഞില്ല. അതാ മോനെ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനാണെങ്കിലേ അവള് ജോലി ചെയ്യുന്ന രംഗങ്ങള് മൊബൈലില് പകർത്തി അവളുടെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ അയച്ചു കൊടുത്തതാ. എന്നിട്ട് അവര് പോലും അതിനെ ചോദ്യം ചെയ്തില്ല. അമ്മ ശ്രദ്ധിച്ചോ? അവളുടെ അച്ഛന്റെ സമനില തെറ്റിയതിനു ശേഷം അവൾക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതെ, അവൾക്ക് മാത്രമല്ല, എടാ അവളുടെ അച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ സ്വഭാവം മാറി മറിഞ്ഞതേ അതിനുശേഷമാ. അന്ന് മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ അകൽച്ച കാണിക്കുന്നൊക്കെ നാടകമാണെന്ന് തോന്നിയതിനു ശേഷം ഞാൻ അതിന്റെ പിന്നാലെ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇനി ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയാൻ ഒരു യാത്ര കൂടി വേണ്ടിവരുമെന്നാണ് തോന്നുന്നത്. എല്ലാം അടുത്തിട്ടാ ഒരുത്തിയെ തള്ളി താഴെ ഇട്ടത്. എടാ ഇനിയിപ്പോഴേ കണ്ണനുള്ള ഈ വീട്ടിലേക്ക് അവള് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട, ഇനി നിർബന്ധിച്ചു കൊണ്ടുവരാനൊന്നും ഞാനില്ല. എന്നാലും എന്റെ മോനെ എന്തുമാത്രം പ്രതീക്ഷയോടെയാ ആ കൊച്ചിങ്ങോട്ട് വന്നത്. എന്നാൽ ഒരു പ്രതീക്ഷയില്ലാതെയാ കണ്ണനൊപ്പം അവളുടെ ചേച്ചി താലുകെട്ട് കഴിഞ്ഞ് വലതുകാല് വെച്ച് ഈ വീട്ടിലോട്ട് വന്നു കയറിയത്. എന്നാൽ അന്ന് തൊട്ട് അവക്ക് നല്ല കാലവും കരുണമോൾക്കെല്ലാം ഉണ്ട്, സ്വത്തും പണവും ഒക്കെ. പക്ഷേ ലക്ഷ്മിയുടെ ഉയർച്ചയാ അവക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. അവളുടെ കുഞ്ഞ് പോകുമായിരിക്കുമേ. എടാ അവളുടെ വീഴ്ചയുടെ ആഘാതം വെച്ച് നോക്കുകയാണെങ്കിൽ പോകാനുള്ള സാധ്യത കൂടുതലാ. ആ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പോകാനായിട്ട്. പിന്നെ നീയും കരുണയും കൂടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമേ ആ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോയി കളയാൻ നോക്കിയതല്ലേ? എടാ അത് അവിടുന്ന് പോവാത്തതാ നമ്മുടെ കാലക്കേട് അവരുടെ ഭാഗ്യവും. അന്ന് കരുണ ആ വിഗ്രഹം പുഴയിലേക്ക് എറിഞ്ഞതാണമ്മേ. എനിക്കൊപ്പം ഇരുന്നല്ലേ അവളത് പുഴയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് പിറ്റേ ദിവസം കൃത്യമായിട്ട് അത് പൂജാമുറിയിലെത്തി. എടാ അതുകൊണ്ടാ എല്ലാവരും പറയുന്നത് അത് ജീവനുള്ള അയ്യപ്പ വിഗ്രഹമാണെന്ന്. ഞാനിപ്പോഴേ പൂജാമുറിയിൽ കയറാറുണ്ടെങ്കിലും ആ അയ്യപ്പ വിഗ്രഹം കാണുമ്പം എനിക്ക് പേടിയാ. എടാ അതിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാലേ ഭയങ്കര ചൈതന്യോടാ മോനെ. ഒരുമാതിരി ജീവൻ വെച്ചതുപോലെയാ. പ്രതിമയാണെങ്കിലും ഭഗവാൻ നമ്മളെ നോക്കുന്നത്. ഇനി ആ ഭഗവാൻ അവളെ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കുമായിരിക്കോ? ഇതുവരെ അതല്ലേ അനുഭവം. എന്തായാലും 8 മാസേ ആയിട്ടുള്ളൂ. കുഞ്ഞു പോവാണെങ്കിൽ ശരി, അവള് ഒരുപാട് വേദന കൊണ്ട് പൊളയും. ഇതുവരെ അവള് ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ അവൾ ഒന്നിച്ച് അനുഭവിക്കുകയും ചെയ്യും. എനിക്കും കരുണയ്ക്കും കുഞ്ഞില്ല. ഇനിയൊരാപത്തും കൂടാതെ അവളുടെ പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും തിരിച്ചു വരികയാണെങ്കിൽ ആ കാഴ്ച കാണാൻ കരുണ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. മൊത്തത്തില് ഇനി നമ്മുടെ കാര്യവും പരിങ്ങല്ല അമ്മേ. ഈ സംഭവത്തോടെ മാസാമാസം തരുന്ന പൈസ പോലും കണ്ണനും അയാളുടെ ഭാര്യയും കൂടി കട്ടിയോന്നാ എന്റെ പേടി. എടാ മോനെ നിനക്ക് വേറെ വല്ല ജോലി നോക്കിക്കൂടെ? വേറെ ജോലി കണ്ടെത്തിയ പിന്നെ ആ പേരും പറഞ്ഞ് എനിക്ക് കിട്ടാനുള്ളതും കൂടി തരാതിരിക്കും. ഇതാവുമ്പോ ഒരു ജോലിയും ചെയ്താൽ പൈസ കിട്ടുമല്ലോ. അതെന്തിനാ ഞാൻ വെറുതെ കളയുന്നേ?